കാര്യം പറഞ്ഞോട്ടെ, നിനക്കിത് കേൾക്കാൻ താല്പര്യമുണ്ടോ? ആക്ച്വലി ഈ ടോപ്പിക് കേൾക്കാൻ താല്പര്യമില്ല. പ്രേമത്തിന് എരിവും പുളിയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതിന് ഞാൻ പിടിച്ചിട്ടില്ലല്ലോ. ഇമ്മാതിരി ചീഞ്ഞ സാധനത്തിന് നിനക്ക് പ്രണയം തോന്നുന്നുണ്ട്, അതാണോ നീ പറഞ്ഞു വന്നത്? ബേബി ആവാം, അറിയില്ല. യു ലവ് മീ, ഹൃദയം തുറന്നു നീ എനിക്ക് വേണ്ടി. വെറുതെ നോക്കി നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേണോ? പഴംപൊരി വേണോ? 7 months റിലേഷൻഷിപ്പ് ആണ്. ഈ 7 months റിലേഷൻഷിപ്പിനെയാണ് ജാസ്മിൻ അവിടെ ഒന്നും തീരുമാനമായിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. സിമ്പിളായിട്ട് കാര്യം പറയട്ടെ, അതിനൊരു ആൻസർ കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോണം. എങ്ങനെ 100 വട്ടം അതിന്റെ അകത്ത് അവള് പറയുന്നുണ്ട്, ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, കമ്മിറ്റഡ് ആണെങ്കിൽ കല്യാണം കഴിക്കണ്ടെങ്കിൽ തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. ഇത് സംസാരിച്ച് തീരുന്നില്ല. കാരണം ഇവിടെ എനിക്കിത് സംസാരിച്ച് കൺക്ലൂഷൻ എത്തി, എനിക്ക് ഇതിന്റെ ഒരു അടിവര ഇടണം. പക്ഷെ ആളിപ്പോ കുറച്ചു ലൂസാ. ഞാൻ പിഴിഞ്ഞെടുക്കും. ഇത് ഗബ്രിയുടെ കുറ്റങ്ങളോ ഇതിനകത്ത് എന്റെ മിസ്റ്റേക്കുകളോ ഉണ്ട്, എന്റെ ഒരുപാട് തെറ്റുകളും കൂടുതലും ഒരു റൂട്ട് പറഞ്ഞ നിന്നെ തന്നെ ചാമ്പുക. ചുറ്റിനും ആരിയ്ക്കുന്നുണ്ടോ, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും എന്റെ മൈൻഡിലില്ല. എന്റെ ആവശ്യം എന്താണ്? ഗബ്രി, ജസ്മിൻ, ജാസ്, എന്നെ അനുഗ്രഹിക്കണം. എന്നിട്ടാണ് ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറയണത് ഗബ്രിയോട് ഇഷ്ടമാണ്, പ്രേമാവാതിരിക്കാൻ വന്മതിൽ കെട്ടിയിട്ടുണ്ടെന്ന്. ഇമ്മാതിരി ചീഞ്ഞ സാധനത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഫ്സലിന്റെ വീഡിയോന്റെ താഴെ പോയി ചോദിക്കുകയാണ് അവൾക്ക് വെയിറ്റുണ്ടായിരുന്നു. രണ്ടുപേർക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള പ്രണയം, പക്ഷെ അവർക്ക് അതിൽ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. തെറ്റാണോ? ഞാനിരുന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറയാൻ റസ്മിനെ, എനിക്കിത് പറഞ്ഞു തീർക്കണം. ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനോ ഇവളുടെ കൂടെ കയറി കിടക്കാനോ ഞാൻ നിന്നിട്ടില്ല. ഇന്നലെ ഒരു 11:30 കഴിഞ്ഞപ്പോ അവർ കണ്ടപ്പോ ഒരു ഉമ്മ തരുമോന്ന് ചോദിച്ചു. പ്രണയം ഉണ്ടോ പ്രണയം ഇല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ താല്പര്യമില്ല, എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഏകാന്തത ബോറടിക്കുണ്ടോന്ന് മാത്രം ഞാൻ ചോദിച്ചു. അല്ല തെറ്റിദ്ധരിക്കാതെ മതി. ഓക്കെ, ഇനി എന്റെ ഒരു സജഷൻ പറഞ്ഞോട്ടെ, നിനക്ക് ഇവളോട് എന്താണെന്നുള്ളത് ക്ലാരിറ്റി ഇല്ല. എന്ത് നിനക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് നിന്റെ ക്ലാരിറ്റി. ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഇവളെ ഇഷ്ടമാണ്, എനിക്ക് ഇവളോട് സ്നേഹമുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. സോപ്പ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതാണ് നിന്റെ ക്ലാരിറ്റി.